എന്റെ പേര് അഷ്ഫാന. ഒരു ദിവസം എന്റെ ഉപ്പാന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു. എന്റെ മോൾക്ക് നല്ലൊരു പ്രപ്പോസൽ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്. ഉപ്പ ചോദിച്ചു, ചെക്കൻ എവിടുത്തുകാരനാണ്? അദ്ദേഹം പറഞ്ഞു, ബോണ്ടൽ എന്ന സ്ഥലത്തുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ ചെക്കന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഉപ്പ ആദ്യം ഫോട്ടോ കണ്ടു, പിന്നെ അത് എനിക്ക് കാണിച്ചു. വീട്ടിലെ എല്ലാവർക്കും ചെക്കനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എന്റെ ഫോട്ടോ ഷഫീഖിന് അയച്ചു. ഷഫീഖിന്റെ വീട്ടുകാർക്കും എനിക്കിഷ്ടമായി. പിന്നീട് ഷഫീഖിന്റെ ഉപ്പ ഷഫീഖിന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, പെണ്ണ് മൊഞ്ചത്തിയാണല്ലോ. അവൻ ഉടൻ ഉപ്പായെ വിളിച്ചു പറഞ്ഞു, വീട്ടുകാർക്കൊക്കെ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ എനിക്കും ഓക്കെയാണ്. അങ്ങനെ രണ്ട് കുടുംബങ്ങളും പരസ്പരം ഇഷ്ടപ്പെട്ടു. പിന്നീട് എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചു. 2022 നവംബർ 14 ഷഫീഖിന്റെ ഉപ്പയും ഉമ്മയും രണ്ട് സഹോദരിമാരും എൻഗേജ്മെന്റിനായി ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഡ്രസ്, ബ്രേസ്ലെറ്റ്, ചോക്ലേറ്റ്സ് എന്നിവ കൊണ്ടുവന്നു. പിന്നീട് 2022 ഡിസംബർ 12 ഷഫീഖിന്റെ ഉപ്പയും ഉമ്മയും എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വീട്ടിലേക്ക് വന്നു. ഡ്രസ്, ചോക്ലേറ്റ്സ്, ഡയമണ്ട് റിംഗ്, ഫ്ലവർ ബൊക്കെ എല്ലാം നൽകി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം 2023 മെയ് 25 നമ്മുടെ വിവാഹ ദിനമായി ഫിക്സ് ചെയ്തു. 2023 മെയ് 9 ഷഫീഖ് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. മെയ് 22 ഷഫീഖും സഹോദരിമാരും ചോക്ലേറ്റ്സും റിംഗും എടുത്ത് എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നു. അതോടെ എന്റെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി. മെഹന്തി, നിക്കാഹ്, മാരേജ് എല്ലാ ഫംഗ്ഷൻസും വളരെ ഭംഗിയായി സന്തോഷത്തോടെ നടന്നു. അൽഹംദുലില്ലാ. വിവാഹത്തിന് ശേഷം 3 മാസത്തിനു ശേഷം ഷഫീഖ് വീണ്ടും കുവൈത്തിലേക്ക് തിരിച്ചുപോയി. ഒരു വർഷത്തിനു ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഞാനും കുവൈത്തിലേക്ക് പോയി. അവിടെ 3 മാസം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായി ഞാൻ പ്രഗ്നന്റ് ആയി. 2023 സെപ്റ്റംബർ 1 കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തി. എന്റെ 9 മന്ത് ഫംഗ്ഷൻ വളരെ ഭംഗിയായി നടന്നു. എല്ലാവരും പാട്ടുപാടി എനിക്ക് സ്വീറ്റ്സ് വായിൽ വെച്ച് സന്തോഷം പങ്കിട്ടു. 2025 ഫെബ്രുവരി 4 താര ക്ലിനിക് ഹോസ്പിറ്റലിൽ പ്രസവത്തിനായി പോയി. കുറച്ചു സമയത്തിനു ശേഷം നഴ്സ് വന്നു പറഞ്ഞു, അഷ്ഫാന ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയ്. ആ നിമിഷം എന്റെ ഉമ്മയുടെ കയ്യിൽ എന്റെ കുഞ്ഞിനെ നൽകി. പിന്നീട് വീട്ടിൽ എല്ലാവരും കൂടി കുഞ്ഞിന്റെ 7ാം ദിവസം മുടി കളഞ്ഞു. മുഹമ്മദ് ഉമേർ ഷരീഫ് എന്ന് പേര് വെച്ചു. കുഞ്ഞിന് 5 മാസമായപ്പോൾ അവനെ കാണാൻ ഷഫീഖ് കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. 2025 ഒക്ടോബർ 1 ഷഫീഖും ഞാനും ഞങ്ങളുടെ ഉമേർ ബേബിയും ഷഫീഖിന്റെ കുടുംബവും കൂടി നാട്ടിൽ നിന്ന് ദമാമിലേക്ക് പോയി. അവിടെ നിന്ന് ഉംറ ചെയ്യാൻ മക്കയിലേക്ക് പോയി. ഉംറ കഴിഞ്ഞ് മദീനയിൽ സിയാറത്ത് നടത്തി തിരിച്ച് ദമാമിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. നവംബർ 6 ഷഫീഖ് വീണ്ടും പ്രവാസത്തിലേക്ക് മടങ്ങിപ്പോയി. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഉമേർ ഷരീഫ് 1 വയസ്സ് പൂർത്തിയാക്കുന്നു. അൽഹംദുലില്ലാ. ഹാപ്പി ഫസ്റ്റ് ബർത്ത്ഡേ മുഹമ്മദ് ഉമേർ ഷരീഫ്.